തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കി നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് സ്വാഗതം. രാവിലെയുടെ പുതിയ ലക്കം തുടങ്ങുന്ന ഇന്നത്തെ ഈ ദിവസം ഓശാന ഞായറാണ്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഇനിയുള്ള ആഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. പീഡാനുഭവ വാരമാണ് ഇനി വരുന്നത്. ഇന്ന് ഓശാന ഞായർ കഴിഞ്ഞാൽ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും കഴിഞ്ഞ് ഉയർപ്പിന്റെ പെരുന്നാളായി ഈസ്റ്ററാണ് അടുത്ത ഞായറാഴ്ച. അപ്പോൾ ഈ ഒരാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടയിൽ വിഷു വരുന്നുണ്ട്. അങ്ങനെ ആഘോഷങ്ങളുടെ ഒരാഴ്ചയാണ് ഇനി വരാനിരിക്കുന്നത്. ഈ ദിവസം എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം പോകുന്നു നാട്ടിലെന്തുണ്ട്. ക്രൈസ്തവരെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഓശാന ഞായർ കൊണ്ടാടുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഒക്കെയുണ്ട്. അതോടൊപ്പമുള്ള ഏറ്റവും നല്ല രസകരമായ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഓശാന ദിനത്തിൽ കുരുത്തോലകളുമായി നഗരപ്രദക്ഷിണത്തിന് ഇറങ്ങുന്ന വിശ്വാസികൾ. അപ്പോൾ ഇടുക്കി രാജാക്കാട്ടുകാർ ഇന്നിങ്ങനെ ടൗണിൽ പ്രദക്ഷിണം നടത്തുമ്പോൾ അതിലൊരു മതസൗഹാർദ്ദത്തിന്റെ മനോഹരമായൊരു സന്ദേശം കൂടിയുണ്ട്. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ ഓശാന ദിനത്തിൽ ആവശ്യമായ മുഴുവൻ കുരുത്തോലകളും എത്തിക്കുന്നത് ഓണംപാറയിലെ മോഹനാണ്. 8 വർഷമായി രാജാക്കാട്ടുകാർ ഓശാന തിരുനാളിന്റെ സന്ദേശം പങ്കുവയ്ക്കുന്നത് ഓണംപാറയിൽ മോഹനൻ ദേവാലയത്തിലെത്തിക്കുന്ന കുരുത്തോലകൾ കൈകളിലേന്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഹൈറേഞ്ചിൽ തെങ്ങുകൾക്ക് വിവിധ രോഗം ബാധിച്ചപ്പോൾ കുരുത്തോല ശേഖരണം പ്രതിസന്ധിയിലായി. ഇത് മനസ്സിലാക്കിയ മോഹനൻ തന്റെ പുരയിടത്തിലെ 23 തെങ്ങുകളിൽ നിന്നും ഓല ശേഖരിച്ച് പള്ളിയിൽ എത്തിക്കുകയായിരുന്നു. 8 വർഷമായി ഇത് തുടരുന്നു. നമ്മളിവിടെ തെങ്ങ് നിൽക്കുമ്പോൾ ഒരു വെറും ഓലയത്, ഇത് പള്ളി ചെന്ന് വെഞ്ചിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറി. ഞായറാഴ്ച ദിവസം ഇത് അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ അന്ന് ഇത് കൊണ്ട് വരുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. എല്ലാവരും ഒരേ സമയത്ത് ഈ ഓലയും കൊണ്ട് വരുമ്പോൾ പിന്നെ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഇത് കൊടുക്കാന്നുള്ള ഒരു ഇത് വെച്ച് ഇത് എല്ലാ വർഷവും കൊടുത്തേക്കാം. 1000-ലധികം കുടുംബങ്ങളുള്ള ഇടവക ദേവാലയത്തിൽ 5000-ലധികം ഓലകളാണ് ഓശാന ദിനം ആവശ്യമായി വരിക. ടൗൺ ദേവാലയമായതിനാൽ സമീപ ഇടവകകളിൽ നിന്നും വിശ്വാസികൾ എത്തും. ഓശാന ദിനത്തിന് മുന്നോടിയായി ശനിയാഴ്ച തന്നെ മോഹനൻ ഓലകൾ വെട്ടിയൊരുക്കി ദേവാലയത്തിലെത്തിക്കും. ഈ വർഷം നമ്മൾ കുരുത്തോല പെരുന്നാളിനുള്ള ഓല 8ാമത്തെ വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ഓല ഇല്ലാത്തതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും കൊടുത്തേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വർഷം ഇവിടെ നമുക്കും കുറച്ച് കുറഞ്ഞു വരുവാണ് ഓല. അതുകൊണ്ട് ഈ വർഷം കുറച്ച് ഉള്ളത് കുരുത്തോല പെരുന്നാളിനായിട്ട് നമ്മൾ കൊടുത്തേക്കാം. രാജാക്കാട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്ന മോഹനൻ സമീപ ഇടവകയായ ജോസ്ഗിരി ദേവാലയത്തിലേക്കും ആവശ്യമായ കുരുത്തോലകൾ നൽകുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്ന് ഓശാന ഞായറാണെങ്കിൽ നാളെ വിഷുവാണ്. കണി കാണാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ ആളുകൾ പതുക്കെ ചെയ്തു തുടങ്ങി. അതിനുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ചു തുടങ്ങി. അപ്പോൾ അതിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണല്ലോ കണിവെള്ളരി. മുൻപൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് കണിവെള്ളരി നാട്ടിലെത്തിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ അതിന് പരിഹാരമായി പത്തനംതിട്ട ജില്ലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കണിവെള്ളരി കൃഷി ഇറക്കിയിരുന്നു. 22 ഏക്കറിലാണ് കുടുംബശ്രീ പ്രവർത്തകർ കണിവെള്ളരി കൃഷി ചെയ്തത്. ഒരു കണിക്കാഴ്ച പോലെ മനോഹരമാണ് ആ കണിവെള്ളരി കൃഷിത്തോട്ടം. വിഷു വിപണി ലക്ഷ്യമിട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം 22 ഏക്കർ സ്ഥലത്ത് കുടുംബശ്രീ പ്രവർത്തകർ കണിവെള്ളരി കൃഷി ഇറക്കിയത്. കൃഷി വിജയമായതോടെ കുടുംബശ്രീ ചന്തയൊരുക്കി വിഷുവിന് വിപണനവും സാധ്യമാക്കി. ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 69ഓളം ഗ്രൂപ്പുകൾ രൂപീകരിച്ചായിരുന്നു കൃഷി. ഞങ്ങൾ 4 പേര് കൂടി ഒരു ഗ്രൂപ്പായിരുന്നു സംഘകൃഷി തുടങ്ങിയതാണ്. അത് വിഷുവിനെ ലക്ഷ്യമാക്കിയായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. കണിവെള്ളരിയെല്ലാം നല്ല രീതിയിൽ വിളഞ്ഞു. 2 ദിവസങ്ങളിൽ പറിക്കുക. ഞങ്ങൾക്കൊരു വരുമാന മാർഗം കൂടാണ് 4 പേർക്കും. നല്ലൊരു പദ്ധതിയാണ്. മറ്റുള്ള കർഷകർ ഇത് കണ്ട് അടുത്ത വർഷം കൂടുതൽ വിളവെടുക്കാണ്ട് എല്ലാവരും ശ്രമിക്കുക. ഇത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട്. എല്ലാം വിളഞ്ഞു നിൽക്കുന്ന നല്ല കളർ നിൽക്കുന്നത്. വെള്ളരി കൃഷിക്ക് ആവശ്യമായ വായ്പകൾ നൽകിയും സബ്സിഡി അനുവദിച്ചുമാണ് കുടുംബശ്രീ പ്രവർത്തകരെ സഹായിച്ചത്. വിഷുവിന് മികച്ച വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. ഒരു കുടുംബശ്രീ യൂണിറ്റായിട്ടുള്ള ഉണർവ് കുടുംബശ്രീ യൂണിറ്റിൻ്റെ ലോട്ടസ് എന്ന് പറയുന്ന സംഘകൃഷി ഗ്രൂപ്പ് ചെയ്ത ഒരു കണിവെള്ളരി
വളരെ മെച്ചപ്പെട്ട രീതിയിൽ വളരെ വിശാലമായ രീതിയിൽ ചെയ്തൊരുക്കിയ ഒരു കണിവെള്ളരിയാണ്. അപ്പം അതിൻ്റെ വിളവ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കണിവെള്ളരിയാണ് ഇത്തവണ നമ്മുടെ ആനിക്കാട് പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും കണി കാണാൻ വേണ്ടി ഒരുക്കുന്നതെന്നുള്ളതാണ് ഈ തവണത്തെ വിഷുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയും. വിഷുക്കാലത്ത് ഇതര സംസ്ഥാനത്തു നിന്നും എത്തിച്ചിരുന്ന കണിവെള്ളരിക്ക് പകരം സ്വന്തം നാട്ടിലെ വെള്ളരി ഉപയോഗിക്കാം എന്നതാണ് പ്രത്യേകത. കണിവെള്ളരി കൃഷിക്ക് പുറമെ ഇടവിളയായി വിവിധ കൃഷികളും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിൽ പല സമരങ്ങളും നമ്മൾ കാണാറുണ്ട്. പല തരത്തിലുള്ള സമരങ്ങൾ, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയായിരിക്കും മിക്കവാറും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പല സമരങ്ങളും. ആ സമരത്തിൽ നിന്ന് അന്നം തേടുന്ന ചില അതിഥികളുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് സമര പരമ്പര തുടരുകയാണ്. അതിനിടെ ആശാസമരപ്പന്തലിലെ ആരോ നൽകിയ ഭക്ഷണപ്പൊതി വാങ്ങി വിശപ്പകറ്റാൻ ശ്രമിക്കുന്ന ഒറ്റയാൻ സമരക്കാരനടുത്തേക്ക് പെട്ടെന്നാണ് ഈ അതിഥികൾ എത്തിയത്. മൂവർക്കും അവരവരുടെ വീത നൽകി. പിന്നെ വിശപ്പടക്കിയ സംതൃപ്തിയിൽ കൊക്കിനും പ്രാവിനും അണ്ണാനും മടക്കം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം മുതലപ്പുഴി തുറമുഖത്ത് മത്സ്യബന്ധനം തീർത്തും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അഴിമുഖത്ത് ശേഷിച്ച ഭാഗത്തേക്ക് കൂടി മണൽത്തിട്ട രൂപപ്പെട്ടതാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമായത്. അഴിമുഖത്ത് മണ്ണടിഞ്ഞത് മൂലം ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. ഏറെ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് മണൽ നീക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് ഡ്രഡ്ജിംഗ് തുടങ്ങിയത്. ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ തുടരുന്നതിനിടെയാണ് വള്ളങ്ങൾ കടന്നുപോയിരുന്ന തോടിന് സമീപം വീണ്ടും മണൽത്തിട്ട രൂപപ്പെട്ടത്. ഇതോടെ വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാനായില്ല. കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ എത്തേണ്ട വള്ളങ്ങൾ നീണ്ടകരയിലേക്കാണ് പോയത്. വേലിയേറ്റ വേലിയിറക്ക സമയം നോക്കിയാണ് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിലേക്ക് പോയിരുന്നത്. മത്സ്യബന്ധനത്തിനു ശേഷം മണിക്കൂറുകളോളം കടലിൽ വള്ളം നങ്കൂരമിടും. വേലിയേറ്റ നേരത്ത് വള്ളം ഹാർബറിലേക്ക് എത്തിക്കുന്നതാണ് രീതി. കഴിഞ്ഞ ദിവസം ഇവിടെയും മണൽ അടിയുകയായിരുന്നു. കടലിൽ വള്ളമിറക്കാൻ അഴിമുഖത്ത് കുറഞ്ഞത് 90 മീറ്റർ വീതിയും 6 മീറ്റർ ആഴവും വേണം. നിലവിൽ 30 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമാണ് പൊഴിമുഖത്തുള്ളത്. മഴക്കാലത്ത് മണൽക്കൂനയിൽ വള്ളങ്ങളിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. നിരവധി മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായിട്ടുള്ളത്. അഴിമുഖത്ത് 2 ലക്ഷം ക്യൂബിക് മീറ്റർ അധികം മണൽ അടിഞ്ഞിട്ടുണ്ടെന്നാണ് കണക്ക്. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ മാലിന്യ സംസ്കരണവും മാലിന്യം നീക്കം ചെയ്യലും ഒക്കെ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ജലാശയങ്ങളിലും തടാകങ്ങളിലും ഒക്കെ നമ്മൾ എപ്പോഴും കാണാറുമുണ്ട്. അങ്ങനെ അടിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യാൻ റോബോട്ടുകൾ എത്തുന്നു. മാലിന്യ സംസ്കരണത്തിൽ ഒരു വിപ്ലവം തന്നെ തീർക്കാൻ ലക്ഷ്യമിട്ട് ഈ റോബോട്ടിനെ നിർമ്മിച്ചത് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. ഇതാണ് ഹസ്കി വാട്ടർ ക്ലീനിംഗ് റോബോട്ട്. മലിനജലത്തിൽ മനുഷ്യനിറങ്ങാതെ എങ്ങനെ മാലിന്യം നീക്കാമെന്ന് കാട്ടിത്തരികയാണ് ഈ റോബോട്ട്. ഞങ്ങൾ പല സ്ഥലത്തും ഫ്രഷ് വാട്ടറും ആക്കുളം, പാർവതി പുത്തനാർ ഇത്ര പോലുള്ള അഴുക്ക വെള്ളത്തിലും വാട്ടർ ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ട റിസൾട്ടിലാണ് ഈ കോൾഫോം ബാക്ടീരിയ നല്ല ഹൈ ആയിരുന്നു. പിന്നെ അല്ലാതെ തന്നെ അതിൻ്റെ ഡിസോൾഡ് ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വേസ്റ്റ് കൊടുക്കണം, അതേപോലെ തന്നെ ആ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതായിരുന്നു ഞങ്ങളുടെ പ്രോജക്റ്റിലോട്ട് എത്തിയത്. ജലാശയത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം ശേഖരിക്കുന്നതിനൊപ്പം ജലത്തിലെ ഓക്സിജൻ അളവ് പരിപാലിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ദൗത്യം കൂടിയുണ്ട് ഈ റോബോട്ടിന്. AI ക്യാമറയുടെ സഹായത്തോടെ ശുചിയാക്കേണ്ട സ്ഥലത്ത് അടിഞ്ഞ മാലിന്യത്തിന്റെ സാമ്പിളും റോബോട്ട് കണ്ടെത്തും.
ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വെള്ളത്തിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ PVC പൈപ്പും പ്ലൈവുഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ EP ഫോം യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബോയൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു DC മോട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ ഒരു ഹസ്കി ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സർഫസിലുള്ള വേസ്റ്റുകൾ ക്യാപ്ചർ ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും അത് വേസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കൺവെയർ ബെൽറ്റ് ആക്റ്റീവ് ആകുന്നതുമാണ്. തിരുവനന്തപുരം മുട്ടത്തറയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളാണ് റോബോട്ടിനെ വികസിപ്പിച്ചത്. ഒരു സമയം കൊണ്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന വേസ്റ്റുകൾ എടുക്കുകയും ചെയ്യും, അതേസമയം നമ്മുടെ തടാകത്തിലുള്ള വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തടാകത്തിൽ എന്തൊക്കെ തരം ഫ്ലോട്ടിംഗ് വേസ്റ്റ് ആണോ അത് നമ്മളൊരു AI ക്യാമറ വെച്ച് ഡിറ്റക്ട് ചെയ്യും. അതിൽ നമ്മൾ ഒരു തടാകത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന മീൻസ് വൃത്തിയാക്കാൻ പോകുന്ന തടാകത്തിലെ മാക്സിമം ഫ്ലോട്ടിംഗ് വേസ്റ്റുകളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റ നമ്മുടെ AI ക്യാമറയിലേക്ക് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് AI ക്യാമറ അതൊരു മനുഷ്യനാണെങ്കിൽ അവിടെ നിന്ന് കുളിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അത് മനുഷ്യനാണെന്ന് തിരിച്ചറിയുകയും അതുപോലെ തന്നെ അത് വേറൊരു എന്തോ ആവട്ടെ മനുഷ്യ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഫ്ലോട്ട് ചെയ്ത് കളക്ട് ചെയ്യുകയും ചെയ്തു. റോബോട്ടുകൾ വെള്ളത്തിലിറങ്ങി മാലിന്യം ശേഖരിക്കുന്നതിനൊപ്പം ബയോഫിൽറ്ററിന്റെ സഹായത്തോടെ വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തും. അങ്ങനെ നിരവധി പ്രത്യേകതകളാണ് വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഈ റോബോട്ടിനുള്ളത്. 30,000-ഓളം രൂപ ചെലവിട്ടാണ് നിർമ്മാണം. നിർമ്മാണ ചെലവിന് വേണ്ടിയിട്ട് ഇപ്പം ഏകദേശം ആയത് 25,000-27,000 അടുപ്പിച്ചിട്ടാണ്. ഞങ്ങൾ കൂടുതലും സ്ക്രാപ്പ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റോബോട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കൂടുതൽ കോസ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കമ്പോണൻസ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നല്ല കൂടുതൽ ടെക്നോളജി വെച്ച് കൂടുതൽ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കുറേ കൂടെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. PVC പൈപ്പ്, ചെറുതും വലുതുമായ DC മോട്ടറുകൾ, സോളാർ പാനലുകൾ, ബാറ്ററി, ക്യാമറ എന്നിവയ്ക്ക് പുറമെ സ്ട്രാപ്പുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ലഹരിക്കെതിരെ സംഘടിപ്പിച്ച കാസ്കോത്സവം ശ്രദ്ധേയമായി. മുതുതല കാരക്കുത്ത് കാസ്ക് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാരക്കോത്ത് മുതൽ വെള്ളിയാങ്കല്ല് വരെ മാരത്തോണോടുകൂടിയായിരുന്നു തുടക്കം. ലഹരിക്കെതിരായ കാരക്കുത്തിലെ യുവതിയുടെ പോരാട്ടമാണിത്. കാസ്കോത്സവത്തിന്റെ ഭാഗമായി നടന്ന മാരത്തണിൽ 100-ലധികം പേർ പങ്കെടുത്തു. 5 ദിവസങ്ങളിലായാണ് കാരക്കുത്ത് കാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം. സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യുവാക്കളെ കായിക മേഖലയിലേക്ക് ആകർഷിക്കാൻ വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വോളിബോൾ, കാരംസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, വടംവലി, ഷട്ടിൽ, ചെസ് മത്സരങ്ങളും നടത്തും. ന്യൂസ് 18 പാലക്കാട്. വിദ്യാലയങ്ങളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പട്ടാമ്പി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ സല്യൂട്ട് സ്വീകരിച്ചു. 182 വിദ്യാർത്ഥികളാണ് SPC പരിശീലനം പൂർത്തിയാക്കിയത്. പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ആവിഷ്കരിച്ചത്. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് SPC പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ 182 കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ കേഡറ്റുകളിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചു. ഏറ്റവും കൃത്യമായി സമൂഹത്തിനകത്ത് ഉത്തരവാദിത്ത ബോധവും ഏറ്റവും നല്ല സർഗാത്മകതയും ഏറ്റവും നന്നായി സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും ഉത്തരവാദിത്ത ബോധവുമൊക്കെ കൃത്യമായി കാത്തുസൂക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒട്ടേറെ മാറ്റമുണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന്റെ പദ്ധതി കൊണ്ട് സാധിക്കുക എന്നുള്ളത് കാണിച്ചു കൊടുത്തൊരു നാടാണ് നമ്മുടെ നാട്. വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ പരിശീലനമാണ് നൽകിയത്. റെസിഡൻഷ്യൽ ക്യാമ്പ്, കായിക പരിശീലനം, പരേഡ്, റോഡ് സുരക്ഷാ ക്യാമ്പയിൻ, നിയമസാക്ഷരതാ ക്ലാസുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ളതാണ് പരിശീലനം. 8ാം ക്ലാസ്സിലാണ് പരിശീലനം ആരംഭിക്കുക. പോലീസ് SPC ഉദ്യോഗസ്ഥരുടെ ശിക്ഷണത്തിലാണ് പരിശീലനം നടക്കുന്നത്. കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വീക്ഷിക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രക്ഷിതാക്കളും നാട്ടുകാരും എത്തിയിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലം കാലിനുള്ളിൽ
കാലിലുണ്ടായ മുറിവിനുള്ളിൽ കുടുങ്ങിയ ലോഹ കഷ്ണവുമായി ഒരു യുവാവ് കടന്ന് നീക്കിയത് 2 ആഴ്ച. ഇതിനു പുറമെ മുറിവിൽ പഴുപ്പ് ബാധിച്ച് മുറിവ് ഗുരുതരമായി. ഒടുവിൽ ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് കണ്ടെത്തിയത്. തൊടുപുഴ ഇടവെട്ടി സ്വദേശി മുഹമ്മദ് ഹാജിയാണ് തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി ദുരിതത്തിലായത്. മാർച്ച് 29-ന് ജോലി സ്ഥലത്ത് വെച്ച് മുഹമ്മദ് ഹാജിയുടെ കാലിൽ ഗ്രൈൻഡർ തട്ടി മുറിവുണ്ടായി. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്ത് പരിശോധിക്കുകയും ചെയ്തു. മുറിവിൽ തുന്നലിട്ട ശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആശുപത്രിയിൽ വന്ന് മുറിവിൽ മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്യണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ പലതവണ എത്തിയിട്ടും പഴുപ്പ് കുറയാത്തതിനാൽ ഹാജ വീണ്ടും ഡോക്ടറെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ല. ആശുപത്രിയിൽ നിന്ന് നൽകിയ ആന്റിബയോട്ടിക് ഉപയോഗിച്ചിട്ടും പഴുപ്പും വേദനയും കുറയാതെ വന്നതോടെ ഇടവെട്ടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ കണ്ടതോടെയാണ് കാലിലെ മുറിവിനുള്ളിൽ അപകടത്തിനിടയാക്കിയ ഗ്രൈൻഡറിന്റെ ലോഹക്കഷ്ണം തറച്ചിരിക്കുന്നതായി കണ്ടത്. ഇവിടെ വെച്ച് ഇത് നീക്കം ചെയ്തതോടെയാണ് വേദന ശമിച്ചതെന്ന് ഹാജ പറയുന്നു. എനിക്ക് വെൽഡിങ്ങിന്റെ വർക്കാണ്. കഴിഞ്ഞ മാസം 29-ാം തീയതി സൈറ്റിൽ വെച്ചുണ്ടായ ചെറിയൊരു അപകടം വരുന്നത്. അന്ന് കാലിൽ ഗ്രൈൻഡറിന്റെ പീസ് കൊണ്ട് കയറിയായിരുന്നു. ഞാനന്ന് ജില്ലാ ആശുപത്രിയിൽ സമീപിക്കുകയും അതിന്റെ ചികിത്സ ഇടുകയും ചെയ്തു. അന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി 5 സ്റ്റിച്ചോളം കാലിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ വന്നു. പിന്നെ കാലിൽ വേദന കുറവില്ലായിരുന്നു, പഴുപ്പുണ്ടായിരുന്നു നല്ലപോലെ. 1.5 ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു. ഞാനത് സമീപിച്ച് ഒന്നരാടം ഡ്രസ്സ് ചെയ്യാൻ എത്തുകയും കാലിൽ വേദന കുറയാത്തതുകൊണ്ട് വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സർജനെ കാണാൻ നിർദ്ദേശിച്ചു. 2 തവണ ഞാൻ സർജനെ കണ്ടായിരുന്നു. എന്നിട്ടും കാലിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ ഡോക്ടർ ക്ലീൻ ചെയ്യുന്ന ഇടയ്ക്ക് അതിൻ്റെ അകത്തൊരു മെറ്റലിൻ്റെ പീസ് കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഞാൻ അന്നേരം തന്നെ നേരെ ജില്ലാശുപത്രി പോയി സൂപ്രണ്ടിനെ കാണാൻ ശ്രമിക്കുകയും അന്ന് സൂപ്രണ്ട് ലീവായിരുന്നു. ഞാൻ RMOക്ക് നേരിട്ട് പരാതി എഴുതി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടെല്ലാം പരാതി എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത്. ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെതിരെ ചികിത്സിച്ച ഡോക്ടർക്കും സർജനും ഡ്രസ്സിംഗ് നടത്തിയ നഴ്സുമാർക്കുമെതിരെ ആശുപത്രി സൂപ്രണ്ടിന് ഹാജ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ഹാജയുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇനി നമ്മുടെ കുട്ടികൾക്കൊക്കെ അവധിക്കാലമായെങ്കിലും അവരുടെ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ അവധി ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇനിയുള്ള ഒരാഴ്ച ഫുൾ അവധികളാണ്. അങ്ങനെ ഈ അവധിക്കാലം ആയതോടുകൂടി കിഴക്കൻ മേഖലയിലേക്ക് ഒഴുകിയെത്തുകയാണ്. തെന്മല ഇക്കോ ടൂറിസം കേന്ദ്രവും ശെന്തുരണി ഇക്കോ ടൂറിസം കേന്ദ്രവുമാണ് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട മേഖലയായി മാറുന്നത്. നിരവധി ടൂർ പാക്കേജുകൾ ഇവിടെ എത്തുന്നവർക്കായി വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. കിഴക്കൻ മലയോരത്ത് കനത്ത ചൂടിന് നേരിയ ശമനമായതോടെ ഇക്കോ ടൂറിസത്തിന്റെ ലിഷർ സോൺ, അഡ്വഞ്ചർ സോൺ, കൾച്ചർ സോൺ, ഡീപ് സോൺ തുടങ്ങിയവയിലെല്ലാം സഞ്ചാരികളുടെ തിരക്കാണ്. കാറ്റും ഇടതൂർന്ന വൃക്ഷങ്ങളുടെ തണലും സഞ്ചാരികൾക്ക് ഹൃദ്യമായ അനുഭവം നൽകുന്നു. സാഹസിക വിനോദങ്ങൾക്ക് പുറമെ ശലഭ പാർക്കും നക്ഷത്ര ഉദ്യാനവുമെല്ലാം മറ്റൊരാകർഷണം. വനത്തിനുള്ളിലെ കാഴ്ചകൾ കാണിക്കാനും കളംകുന്നി വ്യൂ പോയിന്റിലേക്ക് എത്തിക്കുവാനും വനംവകുപ്പിന്റെ വാഹനവും സജ്ജമാണ്. ബൈറ്റ് 1 മണിക്കൂർ ബോട്ടിങ്ങിനായി ചെലവഴിക്കുന്ന സഞ്ചാരികൾക്ക് വ്യത്യസ്ത കാഴ്ച സമ്മാനിക്കുകയാണ് റിവർ ടെൻ പക്ഷികൾ. ഡിസംബറിലെത്തിയ ദേശാടന പക്ഷികളാണ് ഇവ. ശെന്തുരണി ഇക്കോ ടൂറിസത്തിന്റെ കുട്ടവഞ്ചിയാണ് മറ്റൊരാകർഷണം. 4 പേർക്ക് യാത്ര ചെയ്യാവുന്ന കുട്ടവഞ്ചിയിൽ രാവിലെയും വൈകിട്ടുമാണ് സഞ്ചാരികളുടെ തിരക്ക്. പരപ്പാർ ഡാമിന്റെ ഭാഗമായ എർത്ത് ഡാമിനോട് ചേർന്ന സ്ഥലത്താണ് കുട്ടവഞ്ചി യാത്ര ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. ഈ വേനൽക്കാലത്ത് കോഴിക്കോട് ജില്ലാ കോടതി വളപ്പിലെത്തുന്നവർക്ക് ഒരു വളരെ കൂളിംഗ് ആയ ഒരു കാഴ്ച കാണാൻ പറ്റും. അവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ് അഭിഭാഷകർക്കും അവിടെ വ്യവഹാരത്തിനായി എത്തുന്ന നാട്ടുകാർക്കുമൊക്കെയായി സൗജന്യ മോരുവെള്ള വിതരണം. 87 വർഷം മുൻപുണ്ടായ ഒരു കോടതി വിധിയെ തുടർന്നാണ് ഈ സൗജന്യ വിതരണം ആരംഭിച്ചത്. കോടതി വിധി ലഭിച്ചയാളുടെ 5ാം തലമുറയാണ് ഇപ്പോൾ കോടതി വളപ്പിൽ മോരുവെള്ളം വിതരണം ചെയ്യുന്നത്. ജില്ലാ കോടതി വളപ്പിലെ ഗാന്ധി പ്രതിമയോട് ചേർന്നാണ് മോരുവെള്ള വിതരണം. രാവിലെ 10 മണിയോടെ ഗ്ലാസും പാത്രങ്ങളും തൈരും വെള്ളവും ഒക്കെയായി DP സുബൈർ സ്ഥലത്ത് ഹാജർ. കടുത്ത വേനലിൽ തെല്ല ആശ്വാസത്തിനായി അഭിഭാഷകരും ഇടപാടുകാരുമെല്ലാം ഗാന്ധി സ്ക്വയറിലേക്ക് എത്തും. എന്തിനു മോര് വിതരണം എന്ന ചോദ്യത്തിന് സുബൈറിന്റെ മറുപടി ഇങ്ങനാണ്. ഒരു കേസിന്റെ ഒരു സംഭവം ഉണ്ട്. ഒരു 85 കൊല്ലം മുന്നേ അക്കാലത്ത് ഇത് കോടതി വിധിച്ചതാ.
അതിപ്പോൾ തുടർന്ന് ഇങ്ങനെ പോവാന്ന് മാത്രമേ ഉള്ളൂ. അത് വന്നതിന് ശേഷം മൂപ്പർക്ക് ഇത് കൊടുക്കാനുള്ള ഒരു അനുമതിയായി. അപ്പോൾ ഇതിനു വേണ്ടി 2 ബിൽഡിംഗ് തന്നെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. മേത്തല വീട്ടിൽ കുഞ്ഞുണ്ണി ചെട്ടിയാരെന്ന് പറയും, വലിയങ്ങാടിലൊരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇതിൽ കൊടുത്തുകൊടുക്കുക, ചെലവൊക്കെ ഓരോ വഹിക്കും. അതെ, അത് കാരണം നിർത്തിയില്ല. അതെ, 85 കൊല്ലായി. സംഭവം ഇങ്ങനെ. ബ്രിട്ടീഷ് ഭരണകാലം. കോഴിക്കോട് നഗരത്തിലെ പ്രധാന വ്യാപാരികളിൽ ഒരാളായിരുന്നു മീത്തല വീട്ടിൽ കുഞ്ഞുണ്ണി ചെട്ടിയാർ. അദ്ദേഹം കക്ഷിയായ ഒരു വ്യവഹാരം കോടതിയുടെ പരിഗണനയ്ക്കെത്തി. കേസിൽ വാദിഭാഗവുമായി ഒത്തുതീർപ്പിൽ കോടതിയെത്തി. പക്ഷേ പരിഹാരമായി കുഞ്ഞുണ്ണി ചെട്ടിയാർ ഒറ്റ കാര്യം ചെയ്യണം. സ്വന്തം ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലെ വരുമാനത്തിൽ ഒരു ഭാഗം കൊണ്ട് വേനൽക്കാലത്ത് കോടതി പരിസരത്ത് സൗജന്യ മോര് വിതരണം ചെയ്യണം. ഗോഡൌണിന്റെ ഉടമസ്ഥാവകാശം കുടുംബത്തിന് നഷ്ടമാവും വരെ ഇത് തുടരുകയും വേണം. ചെട്ടിയാർ മരിച്ചതോടെ സഹോദരൻ TV രാമകൃഷ്ണപിള്ള മോരുവെള്ള വിതരണം തുടർന്നു. കുടുംബത്തിലെ 5ാം തലമുറയിലെ TA നാഗരാജനാണ് നിലവിൽ മോരുവെള്ള വിതരണത്തിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ഞാൻ ഈ സംരംഭമായിട്ട് 5ാമത്തെ തലമുറ. ഇത് 1938 തുടങ്ങിയതാണ്. ഇംഗ്ലീഷുകാരെ കോടതിയുള്ള സമയത്ത്. അന്ന് മീത്തല വീട്ടിൽ കുഞ്ഞുണ്ണി ചെട്ടിയാർ എന്ന് പറഞ്ഞ ആൾക്ക് PG കൊടുത്തതാണ് കോടതി. അപ്പോൾ അന്നൊരു 4 മുറി പീടിയ ഇതുണ്ട്, ഗോഡൌൺ. അതിൻ്റെ വാടകയിൽ 45% ഇതിലേക്ക് നീക്കി വെക്കണം. കോടതിയിലൊന്നും ഇല്ലാത്ത കാലം അന്ന് തുടങ്ങിയതാണ്. ഞാൻ 5ാമത്തെ തലമുറയാണ്. ഈ പയ്യന് ഞാൻ ഡെയിലി കൂലി കൊടുക്കും. കലർപ്പുകളൊന്നുമില്ലാതെ വൃത്തിയുള്ള അന്തരീക്ഷത്തിലുള്ള മോരുവെള്ള വിതരണത്തിൽ കോടതിയിലെത്തുന്നവരും ഹാപ്പിയാണ്. സ്ഥിരമുള്ള 10-40 കൊല്ലത്തോളമായിട്ട് പുറത്താനുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. അല്ല, അതിനെക്കാട്ടി നല്ല ക്വാളിറ്റി. അടുത്ത ചൂട് സമയത്ത് ഇന്ന് അവസാനമാണിത്. കോടതി ഇന്ന് പൂട്ടും, സിവിൽ കോടതി. അപ്പോൾ ഇന്ന് അവസാനം. തൈര്, വെള്ളം, വിതരണത്തിന് നിൽക്കുന്നയാളുടെ കൂലി എന്നിങ്ങനെ 2000 രൂപയോളമാണ് പ്രതിദിന ചിലവ്. വിതരണം നടക്കാതെ വന്ന ചില സമയങ്ങളിൽ കോടതിയിൽ നിന്ന് കുടുംബത്തിന് നോട്ടീസും ലഭിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹർജി നൽകിയാൽ ഇളവ് ലഭിച്ചേക്കാമെന്ന നിയമോപദേശം ലഭിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങളായി തുടരുന്ന ആചാരം തുടരാൻ തന്നെയാണ് കുഞ്ഞുണ്ണി ചെട്ടിയാരുടെ പുതുതലമുറക്കാരുടെയും തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. എന്ത് രസകരമായ ആചാരങ്ങൾ അല്ലേ. ഇനി നമ്മൾ പോകുന്നത് നല്ല വാക്ക് കേൾക്കാനാണ്. നല്ല വാക്ക് കേട്ട് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തിരിച്ചു വരാം.